ഒരു വ്യക്തി പാവപ്പെട്ട ആളുകളെ ഉംറ നിർവഹിക്കാൻ സ്വന്തം ചിലവിൽ കൊണ്ടുപോകുന്നു. എന്നാൽ ആ വ്യക്തി വട്ടിപ്പലിശ കൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ ഉംറ ശരിയാകുമോ എന്നാണൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. അത് ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉംറക്ക് കൊണ്ടുപോകുന്ന വ്യക്തി അയാൾ പലിശ സ്വീകരിക്കുന്ന ഒരാളാണ്, അതുമായി ബന്ധപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉംറക്ക് പോകുന്ന ആളുകളുടെ ഉംറ ശരിയാകുമോ എന്ന ചോദ്യം പോലെ തന്നെയാണ് പലരും ചോദിക്കാറുള്ളത്. വീട്ടിലെ രക്ഷിതാവ് പലിശയുമായി ബന്ധപ്പെട്ട അവസ്ഥയിലാണുള്ളത്. അപ്പോൾ മക്കൾക്ക് ആ ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ എന്നൊക്കെ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ എന്നുള്ളതൊക്കെ അവിടെ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഇത്തരം തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നാണ്. നിങ്ങളുടെ നിലപാട് ശരിയല്ല, നിങ്ങൾ സാമ്പത്തികമായ ഇത്തരം വ്യവഹാരങ്ങൾ നിഷിദ്ധമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇനി അതൊരു പക്ഷേ നമ്മൾ അവരെ ഒരു ഉംറ നമുക്ക് സൗജന്യമായി ചെയ്യാൻ അവസരം നൽകിയെന്ന് വിചാരിക്കുക, അത് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ അതുവഴി അയാൾ ആ ഒരു തിന്മയിൽ നിന്നും അയാൾ പിന്മാറുമെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യണം. ഏതായാലും ചോദ്യത്തിന് ഉത്തരമായി പറയുമ്പോൾ, അയാൾ പലിശക്ക് കൊടുക്കുന്ന ഒരു വ്യക്തി മറ്റൊരാളെ ഉംറക്ക് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക എങ്കിൽ അയാളുടെ ഉംറ അഥവാ ഉംറ ചെയ്യുന്ന ആളുടെ ഉംറയ്ക്ക് യാതൊരുവിധ കുറ്റവും ആ വിഷയത്തിൽ അത് സ്വീകരിക്കുന്നതാണ്, ഇസ്ലാമിലുള്ള ഉംറയായി പരിഗണിക്കും. അപ്പോൾ ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തി, ഇപ്പോൾ ഉദാഹരണം ഇത് ഈ ഒരു മേഖലയിൽ മാത്രമുള്ളതല്ല. ഇപ്പോൾ ഉദാഹരണമായി ഒരു ഇമാം നിൽക്കുന്ന ഒരാൾ, അയാൾക്ക് നെരിയാണിക്ക് കീഴെയാണ് അയാൾ വസ്ത്രം അഴിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക എങ്കിൽ അയാളുടെ പിന്നിൽ നമസ്കാരം ശരിയാവും. ഇതേപോലെ തന്നെ മദ്യപിക്കുന്ന ഒരാൾക്ക് സദഖ കൊടുത്തു, അല്ലെങ്കിൽ അയാൾ സക്കാത്ത് കൊടുത്തു എങ്കിൽ സ്വീകരിക്കാൻ പാടുണ്ടോ? അതൊക്കെ അനുവദനീയമാണ്. ഒരു രക്ഷിതാവ് പലിശയുമായി ബന്ധപ്പെടുന്ന ആളാണ് എങ്കിൽ വാപ്പാൻ്റെ ചിലവ് മക്കൾക്കോ ഭാര്യയ്ക്കൊക്കെ സ്വീകരിക്കാൻ പറ്റുമോ? തീർച്ചയായും സ്വീകരിക്കണം. അത് വാപ്പ മക്കൾക്കും ഭാര്യയ്ക്കും ചിലവിന് കൊടുക്കുക എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്തമാണ്. ഈ രക്ഷിതാവിൽ നിന്നും ഇവർക്ക് കിട്ടേണ്ട ബാധ്യതയാണ്. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ അവരെയൊക്കെ തെറ്റ് ചെയ്യുന്ന ആളുകളെ തിരുത്തുവാനും ഉപദേശിക്കുവാനുള്ള ഒരു സന്നദ്ധത അവർക്ക് ഉണ്ടായിരിക്കണമെന്നാണ്.